ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന് ഒരു 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 കാര്യം ഞാൻ പറയാം. നമ്മൾ ഈഗിളിനെ അല്ലേ, പരുന്തിനെ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഒരുപാട് സവിശേഷതകൾ അതിനുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഈഗിള് കൂട് കൂട്ടുന്നത് വളരെ ഉയരങ്ങളിലാണ്, മലമുകളിൽ അല്ലെങ്കിൽ വളരെ ഉയരത്തിലാണ് എപ്പോഴും ഈഗിള് കൂട് കൂട്ടുന്നത്. അതുപോലെ തന്നെ കൂട് കൂട്ടുന്നത് മുള്ളുകൾ ഉള്ള കമ്പുകൾ വെച്ചിട്ടാണ്, വള്ളികൾ വെച്ചിട്ടാണ് അത് കൂടുണ്ടാക്കുന്നത്, അതിൻ്റെ നെസ്റ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം അതിന് പുറത്ത് മൃദുലമായ വസ്തുക്കൾ, പഞ്ഞ് പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് വെച്ച് അതിൻ്റെ ആ ഒരു കിടക്ക ഇത് സെറ്റാക്കി വെച്ചിട്ടാണ് അതിലാണത് മുട്ടയിടുന്നതും പിന്നെ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് കുറച്ച് വലുതായി അതിന് കുറച്ച് പപ്പും പൂടയും ഒക്കെ വച്ച് കഴിയുമ്പം ഈ തള്ള പക്ഷി പയ്യെ ആ പഞ്ഞിക്കെട്ടുകൾ, ആ സോഫ്റ്റായിരുന്ന ആ ഒരു സർഫസ് പതുക്കെ ഇളക്കി മാറ്റും. എന്നിട്ട് ഈ കമ്പുകളിൽ മുള്ളുള്ള കമ്പുകൾ പതുക്കെ പതുക്കെ പൊക്കി 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 വയ്ക്കും. അപ്പോൾ ഈ കിളിക്കുഞ്ഞുങ്ങൾ ഇതിലിരുന്ന് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ദേഹത്തൊക്കെ ഇത് കൊണ്ടിട്ട് ഇതുങ്ങൾ ചെറുതിനെ ഇതിങ്ങനെ പറക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ചെറുതിനെ പറക്കണം. അതിനൊരിക്കലും ആ കൂട് പിന്നെ ഒരു കംഫർട്ടായിട്ട് അതിൻ്റെ കൂട്ടിലിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ആ ഒരു കംഫർട്ട് സോൺ അവിടെ ബ്രേക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ പതിനെ അത് ആ പക്ഷിക്കുഞ്ഞ്, ആ പരുന്തും കുഞ്ഞ് അത് പയ്യെ അത് കൂട്ടിൽ നിന്ന് അത് പറക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ വലിയ ഉയരത്തിലാണ് കൂടെ അല്ലേ. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഈ കുഞ്ഞുങ്ങൾ അതുങ്ങൾ ഈ മലയുടെ താഴ്വാരത്തിലേക്ക് അത് വീഴും. അപ്പം ഈ കുഞ്ഞ് എന്താണ് ചിന്തിക്കുന്നത്? ഞാനിപ്പം ചത്തുപോകും, എനിക്ക് പറക്കാൻ എനിക്ക് ചിറകുകൾക്ക് ശക്തിയില്ല, ഞാനിപ്പം തന്നെ ഞാൻ തീരാൻ പോവുകയാണ്. പക്ഷേ അങ്ങനെ അത് താഴോട്ട് പോകുന്ന സമയത്ത് ആ പരുന്തമ്മ അതിൻ്റെ വിശാലമായ ചിറകുകൾ വിരുത്തി താഴെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് വന്നിക്കുന്നുണ്ടാവും. അവൻ തീർച്ചയായിട്ടും അവൻ വന്ന് ലാൻഡ് ചെയ്യുന്നത് ആ അമ്മയുടെ ആ വിരിഞ്ഞ ചിറകിൻ്റെ പുറത്താണ്. അമ്മ അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുപോയി ആ കൂടിൻ്റെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഇത് തുടങ്ങും. എന്താണെന്ന് മനസ്സിലായോ? ദിസ് ഈസ് കോൾഡ് പേരൻറ്റിങ്. എനിക്കിന്ന് സംസാരിക്കാനുള്ളത് പേരൻറ്റിങ്ങിനെ കുറിച്ചാണ്.